ഇന്ത്യക്കാരെ കയ്യും കാലും കെട്ടി ഫ്ലൈറ്റിലിരുത്തി എന്നുള്ളത് മാത്രമല്ല, ടോയ്ലറ്റിൽ പോകാൻ കെഞ്ചിക്കേൺ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ല. പിന്നീട് വിട്ടപ്പോൾ അവർക്ക് ഇഴയേണ്ടി വന്നു ടോയ്ലറ്റ് വരെ. അപ്പോൾ പോലും വിലങ്ങൊന്നും അഴിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരോട് ഇങ്ങനെയൊക്കെ മതി എന്ന് അമേരിക്ക തീരുമാനിക്കുമ്പോൾ ഓംബ്ര എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണോ ഇന്ത്യ വേണ്ടത്? അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയെന്നാരോപിച്ച് അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റിവിട്ട ഇന്ത്യൻ വംശജരുടെ ദൃശ്യങ്ങൾ നാം കാണുകയുണ്ടായി. ഇന്ത്യയുടെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഏകപക്ഷീയമായി അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ എത്തിച്ചെന്ന് മാത്രമല്ല, അവരെ കൊടും കുറ്റവാളികളെ പോലെ കൈവിലങ്ങ് വെച്ചാണ് കൊണ്ടുവന്നതെന്നാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ പറഞ്ഞത്. കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ്ങ് വെച്ചെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നെന്നും ടോയ്ലറ്റിൽ പോകാൻ പോലും ബുദ്ധിമുട്ടിയെന്നും അവർ പറയുന്നു. തിരിച്ചു കയറ്റി അയച്ചവർ അനധികൃത കുടിയേറ്റക്കാരായിരുന്നുവെന്നും അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലക്കിടുന്നത് അവരുടെ SOP ആണ് എന്നുമൊക്കെയുള്ള ന്യായം പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പ്രസ്തുത നടപടിയെ ന്യായീകരിക്കാനാണ് സർക്കാരും ഇവിടെയുള്ള ട്രംപ് ഭക്തന്മാരും ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാർക്ക് പകരം യൂറോപ്യന്മാർ പോകട്ടെ, ചൈനക്കാരോ മറ്റാരെങ്കിലുമോ ആയിരുന്നെങ്കിൽ പോലും ഇതുപോലെ കയ്യിലും കാലിലും വിലങ്ങ് വെച്ച് സൈനിക വിമാനങ്ങളിൽ ആ രാജ്യങ്ങളിൽ കൊണ്ടുപോയി തള്ളുമായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമാണ്. മോദിജിയുടെ സ്വന്തം മൈ ഫ്രണ്ട് ട്രംപും അമേരിക്കക്കാരും നാൽക്കാലികളുടെ വില പോലും ഇന്ത്യൻ വംശജർക്ക് നൽകുന്നില്ല എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. കയറ്റി അയച്ചവരിൽ നല്ലൊരു ശതമാനം ഗുജറാത്തികളായിരുന്നെങ്കിലും ഗുജറാത്തിൽ നേരിട്ട് വിമാനമിറക്കുന്നതിന് പകരം പഞ്ചാബിൽ ഇറക്കുകയും പിന്നീട് അവരെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. കാരണം വ്യക്തമാണ്. മഹാത്മജിയുടെയും നമ്മുടെ സ്വന്തം വിശ്വഗുരുവിൻ്റെയും ഗുജറാത്തിൽ വച്ച് തന്നെ ഈ അപമാനം സഹിക്കാൻ സർക്കാരിന് താല്പര്യമില്ലായിരുന്നു. അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ തലപ്പത്തുള്ള ചില ഇന്ത്യക്കാരുടെയും അമേരിക്കയിലെ ചില ഇന്ത്യൻ വംശജരായ രാഷ്ട്രീയക്കാരുടെയും പേര് പറഞ്ഞ് തങ്ങൾ അമേരിക്ക പോലും കീഴടക്കി എന്നൊക്കെ വീമ്പ് പറഞ്ഞ് നടക്കുന്ന പലരുടെയും അഹങ്കാരം ഇതോടെ മാറിക്കിട്ടിയിട്ടുണ്ടാവും. ഇന്ത്യയിൽ വിമാനമിറക്കിയിട്ടാണ് അമേരിക്ക ഇങ്ങോട്ട് കടത്തിയ ആളുകൾ ഇന്ത്യക്കാരാണെന്ന് മോഡി ചെക്ക് ചെയ്യുന്നതത്രേ. മറ്റ് പല രാജ്യങ്ങളും സ്വന്തം വിമാനത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെ പരിശോധന നടത്തി ഉറപ്പുവരുത്തിയാണ് തങ്ങളുടെ പൗരന്മാരായ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്നത്. ഇത് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വലിയ പരാജയമല്ലേ? കാരണം ഇനി ഇവിടെ എത്തിയ ശേഷം ആരെങ്കിലും ഇന്ത്യൻ പൗരനല്ല എന്ന് തെളിഞ്ഞാലും അവരെ ഇന്ത്യൻ സൈനിക വിമാനത്തിൽ തിരിച്ച് അമേരിക്കയിലേക്ക് മോദി അയക്കുമോ? ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വീണ ആളുകളുടെ പൗരത്വത്തിന് തെളിവ് ചോദിക്കുന്നവർക്കും അയൽ രാജ്യങ്ങളിലെ അഭയാർത്ഥികളുടെ വരെ മതം നോക്കി പൗരത്വം നിഷേധിക്കുന്നവർക്കും അമേരിക്കൻ സായിപ്പ് രായ്ക്ക് രാമാനം കയറ്റി അയച്ച ഏതൊക്കെയോ ആളുകളെ കമാന്ന് ഒരക്ഷരം മിണ്ടാതെ സ്വീകരിക്കേണ്ടി വരുന്നതിൻ്റെ വിരോധാഭാസം ഒന്ന് ആലോചിക്കുക. ട്രംപിൻ്റെ യഥാർത്ഥ ഫ്രണ്ട് ആകണമെങ്കിൽ ചുമ്മാ അങ്ങനെ ആവുകയില്ല. ചുമ്മാ ഫ്രണ്ട് എന്ന് വിളിച്ചത് കൊണ്ടോ അമേരിക്കയിൽ പോയി ട്രംപിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണം നടത്തിയത് കൊണ്ടോ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ മുസ്ലിം വിരുദ്ധവും ഇസ്രായേലിന് അനുകൂലമായതുമായ നിലപാടെടുത്തത് കൊണ്ടോ മതിയാവുകയില്ല എന്ന് ഇപ്പോൾ മോദിജിക്ക് പോലും ബോധ്യമായി കാണും. ട്രംപിൻ്റെ ഫ്രണ്ടാകണമെങ്കിൽ രാജ്യത്തിന് അതിനുള്ള ബാക്കപ്പ് ഉണ്ടായിരിക്കണം. നിർഭാഗ്യവശാൽ ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബാക്കപ്പ് ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് വസ്തുത. മോദിക്കോ ജയശങ്കറിനോ അമേരിക്കയുടെ മുമ്പിൽ വാതുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് സത്യം. കാരണം ചൈന അല്ല ഇന്ത്യ. ട്രംപ് മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ ചെയ്തതുപോലെ താരിഫ് അടിച്ചു കൊടുത്താൽ തിരിച്ചടിക്കാൻ ഇന്ത്യയുടെ കയ്യിൽ കാര്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. ആകെ എക്സ്പോർട്ട് ചെയ്യുന്നത് കുറേ മനുഷ്യരെ മാത്രം. ആകെ കൈമുതലായുള്ളത് കുറേ വർഗീയത, വഖഫ് കയ്യേറ്റം, പള്ളിപൊളി, ബീഫ് കൊല തുടങ്ങിയ കലാപരിപാടികൾ മാത്രം. ട്രംപിനെതിരെ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 86 നിൽക്കുന്ന രൂപ ഡോളറിനെതിരെ 200-ലെത്തും. അത് മോദിക്ക് നല്ലപോലെ അറിയാം. ഏതൊരു രാജ്യത്തിനും നാണക്കേടുണ്ടാക്കുന്നതും രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതുമായ ഈ നടപടിയെപ്പോലും സർക്കാരിനും മോദി ഭക്തർക്കും കണ്ണടച്ച് ന്യായീകരിക്കാൻ യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്ന് മാത്രമല്ല, ഈ കാര്യത്തിലും വർഗീയത കലർത്താൻ യാതൊരു മടിയും അവർക്കില്ല. അമേരിക്കയുടെ ചെയ്തിയെ മിഡിൽ ഈസ്റ്റിലെ ഏതൊക്കെയോ മുസ്ലിം രാജ്യങ്ങളുടെ ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. അതായത് ഇന്ത്യക്കാർക്ക് എവിടെയും ചങ്ങലകളാണ് ഉള്ളത് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് അവർ. എന്നാൽ ഈ ദുരവസ്ഥയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക എന്നതല്ല യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്. രാജ്യത്തെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ വിഭാഗീയവും പ്രതിലോമകരവുമായ കാര്യങ്ങളാണ് എന്നുള്ളത് സുവ്യക്തമാണെങ്കിലും നിർഭാഗ്യവശാൽ സമൂഹത്തിൽ അത്തരം തിരിച്ചറിവുകൾ വിരളമായേ കാണപ്പെടുന്നുള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും മുറവിളി ഉയരുന്നത് സ്വന്തം വീഴ്ചകൾ തിരുത്താനല്ല, മറിച്ച് ഇന്ത്യയിലെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഇതുപോലെ പുറത്താക്കാനാണ്. ഇത്തരം കമൻറ്റുകളിലൂടെ സ്വാഭാവികമായി ഉന്നം വെക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ് എന്ന് വ്യക്തമാണ്.
എന്നാൽ ബംഗ്ലാദേശികളെ പോലും അമേരിക്കയിൽ നിന്ന് ഇതുപോലെ വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്ന കാഴ്ചയൊന്നും നാം കാണുന്നുമില്ല. ബംഗ്ലാദേശികൾക്ക് പോലും സ്വർഗമായ ഇന്ത്യ രാജ്യം വിട്ട് മേൽപ്പറഞ്ഞ പാവങ്ങൾ എന്തിനാണാവോ അമേരിക്കയിൽ പോയി വിലങ്ങുകൾ ഏറ്റുവാങ്ങിയത് എന്ന് അവർ ആദ്യം ആലോചിക്കേണ്ടതാണ്. മോദി അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഇന്ത്യൻ വംശജർ ഹൗഡി മോഡി എന്ന പേരിൽ വലിയ സ്വീകരണവും ആഘോഷവും ഒക്കെ നടത്തിയത് ഓർക്കേണ്ടതാണ്. ഹിന്ദു ന്യൂനപക്ഷം എന്ന നിലക്കും കുടിയേറ്റക്കാർ എന്ന നിലക്കും അവിടെ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരു ഔദാര്യമായാണ് അവർ കണക്കാക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ ഈ വസ്തുതകൾ ഒന്നും പരിഗണിക്കാതെ ഇന്ത്യയിൽ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് പേരുകേട്ട മോദിയെ ആർമാദിച്ച് വരവേൽക്കാൻ അവർക്ക് യാതൊരു മടിയുമുണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നു മാത്രമല്ല, മുസ്ലിം വിഷയങ്ങളിൽ മറ്റാരെയും തോൽപ്പിക്കുന്ന വിഷം ചീറ്റാൻ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്നും ഈ വിഭാഗം മുൻപന്തിയിലാണ്. ഇത് ഇപ്പോൾ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പല ഹൗദി മോദിക്കാരുടെയും ചിന്താഗതി തങ്ങളാണ് അമേരിക്ക നിയന്ത്രിക്കുന്നതെന്നാണ്. അമേരിക്കയിലെ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ചില കോർപ്പറേറ്റുകളുടെ തലപ്പത്ത് ഇന്ത്യൻ വംശജരാണ് ഉള്ളത് എന്നുള്ള ഹുങ്കാണ് ഇത്തരം ചിന്താഗതികൾക്ക് പുറകിൽ. എന്നാൽ ഇവരാരും ഇന്ത്യയിൽ പ്രതിഭ കവിഞ്ഞൊഴുകുന്നത് കാരണം പുറത്തേക്ക് പോകുന്നതല്ല. 130 കോടി വരുന്ന ഇന്ത്യക്കാരുടെ ആകെ കുറച്ച് കഴിവുള്ള കുറച്ചു പേരാണ് ഇങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിലൂടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് വസ്തുത. അവിടെ ചെന്നാലും അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കപ്പെടാത്തതും പലപ്പോഴും വംശീയാധിക്ഷേപം വരെ നേരിടേണ്ടി വരുന്നതുമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. കിട്ടുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം അവിടെ തന്നെ ടാക്സ് കൊടുക്കുകയും ആ രാജ്യത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തെയും നാട്ടുകാരെയും മാതാപിതാക്കളെയും വരെ ഉപേക്ഷിച്ച് തങ്ങളുടെ യൗവനം പാഴാക്കുകയും ചെയ്യേണ്ടി വരുന്നവരുടെ ദുര്യോഗമാണ് നാം ഈ കാണുന്നത്. അമേരിക്കയിൽ നിന്ന് കൈകാലുകളിൽ കൈവിലങ്ങണിയിച്ച് തിരിച്ച് ഇന്ത്യയിലെത്തിച്ചവർ പഞ്ചാബിലെ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന കാഴ്ച നാം കണ്ടു. സ്വന്തം രാജ്യത്തൊരു മിനിസ്റ്ററുടെ മുമ്പിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ഇവർ എന്തിന് അമേരിക്കയിൽ പോയി വിലങ്ങുകൾ ഏറ്റുവാങ്ങി? നമ്മുടെ വ്യക്തിത്വവും സ്വത്വവും അംഗീകരിക്കപ്പെടുന്നതും പ്രകടമാകുന്നതും സ്വന്തം നാട്ടിൽ മാത്രമാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള വിദ്വേഷവും വെറുപ്പും അനുദിനം വർദ്ധിച്ചു വരികയാണ് എന്നാണ് യൂട്യൂബിലെ വിദേശ ഇന്ത്യക്കാരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിനാൽ ഒരു സുന്ദർ പിച്ചായിയെയോ സത്യാനാഥല്ലെയോ കണ്ടുകൊണ്ട് ലോകം മുഴുവൻ തങ്ങൾ വെട്ടിപ്പിടിച്ചു എന്ന് നാം അഹങ്കരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത്തരത്തിലുള്ള പിച്ചായികളും നാദല്ലമാരും ചൈനയിലും സൗത്ത് കൊറിയയിലുമൊക്കെ ധാരാളമുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അവരെല്ലാം സ്വന്തം രാജ്യത്ത് അവരുടേതായ ഗൂഗിളുകളും മൈക്രോസോഫ്റ്റുകളും നിർമ്മിക്കുന്ന തിരക്കിലാണെന്ന് മാത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു കെട്ടുറപ്പുള്ള രാജ്യമായിരുന്നെങ്കിൽ, ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ലോകത്തിന് ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും മൗലികമായ സംഭാവനകൾ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, ലോകമറിയുന്ന ബ്രാൻഡുകൾ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ശക്തമായൊരു കറൻസി ഇന്ത്യക്കുണ്ടായിരുന്നെങ്കിൽ, വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെയും സൈനിക ആയുധങ്ങളുടെയും ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമായിരുന്നെങ്കിൽ ഇത്തരമൊരു അപമാനം നമുക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല. അതല്ലാതെ ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ട തലച്ചോറുകളെ വിദേശ രാജ്യങ്ങൾക്ക് സംഭാവന ചെയ്തതുകൊണ്ടോ ഇന്ത്യയുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് കൊടുത്ത് ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയതുകൊണ്ടോ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ സ്വത്തുക്കൾ വിറ്റ് ഡോളറാക്കി ആ രാജ്യങ്ങളിലേക്ക് കടത്തിയതുകൊണ്ടോ ഇന്ത്യക്കാരുടെ ഊർജവും അധ്വാനവും അവർക്ക് സമർപ്പിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് ലോകത്തിൻ്റെ ബഹുമാനം പിടിച്ചുപറ്റാൻ സാധിക്കില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കക്കാരൻ ഇട്ടുതന്ന ചങ്ങലകൾ യഥാർത്ഥത്തിൽ നാം തന്നെ നമുക്കിട്ട ചങ്ങലകളുടെ ഒരു മൂർത്തരൂപമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, ആദ്യം പൊട്ടിച്ചെറിയേണ്ടത് നാം നമുക്ക് തന്നെ ഇട്ട ചങ്ങലകളാണ്, വിഭാഗീയതയുടെയും വർഗീയതയുടെയും ചങ്ങലകൾ.